കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ക്ഷേത്രം. സ്വാമി തിരുമൂലപ്പാടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കോഴിക്കോട് എന്ന നഗരത്തിന്റെ ഭംഗിയും സമൃദ്ധിയും ഈ പുരാതന ക്ഷേത്രത്തിന്റെ പവിത്രതയുമായി അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നു. അതിരാവിലെ എത്തിച്ചേർന്നാൽ ശാന്തമായൊരു സൂര്യോദയം നമുക്ക് കണ്ട് ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു തിരക്കൊക്കെ നമുക്കിവിടെ അനുഭവപ്പെടും. വലിയൊരു നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ശാന്തമായ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിനു ചുറ്റും. പ്രാർത്ഥനയും വഴിപാടും എല്ലാം കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഇറങ്ങാം. അതിൻ്റെ അടുത്തു തന്നെയായി ക്ഷേത്രത്തിൻ്റെ കുളിപ്പുരയും അരങ്ങും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മിക്ക ആളുകളും, അതായത് ഞാനടക്കമുള്ളവർ, എത്തിച്ചേരുന്നത് ഫോട്ടോ എടുക്കാനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ശ്രീ മഹാഗണപതി മഹാസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടുത്തെ നിത്യ വഴിപാടായ നെയ്വിളക്കും കറുകമാലയും സമർപ്പിച്ച് ഞങ്ങൾ പോയത് മിഠായി തെരുവിലെ ഹനുമാൻ മഠത്തിലേക്ക്. പലരും അറിയാതെ പോയ ഒരിടം കൂടിയാണിവിടം. അവിടെയും തൊഴുത് ഞങ്ങൾ ഈ യാത്ര വീട്ടിലേക്ക് തന്നെ തിരിച്ചു.